ആരാണ് ബിലാൽ? ആരാണ്? എല്ലാവർക്കും അറിയാം ബിലാൽ ആരാണ്. നീഗ്രയാണ് ബിലാല്, നീഗ്രയാണ് ബിലാല്, കറുത്ത വർഗക്കാരനാണ് ബിലാല്, അടിമയാണ് ബിലാല്. എല്ലാവർക്കും അറിയാം. നീഗ്രയാകുന്ന കറുത്ത വർഗക്കാരനാകുന്ന അടിമയാകുന്ന ബിലാല് എത്രയോ തൊഴി കേട്ടവരാണ്, എത്രയോ അടികിട്ടിയവരാണ്, എത്രയോ പ്രയാസങ്ങൾ സഹിച്ചവരാണ്. അതല്ലേ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു. എന്തിന്റെ പേരിലാണ് പ്രയാസങ്ങൾ കടന്നു വന്നത്? എന്തിന്റെ പേരിലാണ് ബിലാൽ തങ്ങൾക്ക് അടിയേൽക്കേണ്ടി വന്നത്? എന്തിന്റെ പേരിലാണ് പ്രഹരമേൽക്കേണ്ടി വന്നത്? ഒരൊറ്റ ചിന്ത, ബിലാലിന്റെ ചിന്ത, അല്ലാഹ് അല്ലാഹ്. ആ ഒരൊറ്റ ചിന്ത കടന്നു വന്നപ്പോഴല്ലേ നിങ്ങൾക്കറിയുമോ ശത്രുക്കൾ എന്താ ചെയ്തിരുന്നത്? പാതിരാത്രിയാകുന്ന സമയത്ത് ശത്രുക്കൾ ഇങ്ങനെ കൂട്ടം കൂടിയിരിക്കും. എല്ലാവരും കണ്ണുകുടിച്ച് ആർമാദിച്ച് രസിക്കലാണ് പതിവ്. ആ സമയത്ത് ശബ്ദ സൗന്ദര്യത്തിന്റെ മാധുര്യത്തിന്റെ ഉടമയാകുന്ന ബിലാലിനെ കൊണ്ടുവരും സദസ്സിലേക്ക്. ബിലാലിനെ സദസ്സിൽ കൊണ്ടുവന്നിട്ട് ബിലാലിനെ സവർണരാകുന്ന ആ ശത്രുക്കൾ ദൂരങ്ങൾ നിർത്തും ബിലാലിനെ. ബിലാലിനോട് പറയും, ബിലാലെ പാട്ട് പാടോ ബിലാലെ. ബിലാൽ ഇബ്നു റബാഹ വല്ലാത്ത ശബ്ദമാണുള്ളത്, വല്ലാത്ത ശബ്ദ സൗന്ദര്യത്തിന്റെ ഉടമയാണല്ലോ ബിലാല്. ബിലാൽ ഇങ്ങനെ പാട്ട് പാടും ബിലാല്. ആ പാട്ട് കേട്ടിട്ട് ശത്രുക്കൾ ആർത്തുല്ലസിക്കുകയാണ്, കള്ളു കുടിച്ച് രതിക്കുകയാണ്, രമിക്കുകയാണ്. എന്നിട്ടോ ആ ബിലാൽ ഇബ്നു റബാഹ പാതിരാത്രിയായ സദസ്സ് കഴിഞ്ഞാൽ പിന്നെ ബിലാലിന് ഭക്ഷണമില്ല, ബിലാലിന് അടിയാണ്, തൊഴിയാണ്. അതല്ലേ ഉമയ്യത്ത് ബിൻ ഖൽഫ് എന്ന് പറയുന്ന ബിലാൽ ഇബ്നു റബാഹയുടെ യജമാനനാകുന്ന ധിക്കാരി ആ ബിലാലിനെ മരുഭൂമിയിൽ കൊണ്ടുവന്നിടുകയാണ്. ശരീരത്തിൽ വസ്ത്രങ്ങളില്ല ബിലാലിന്, ശരീരത്തിൽ വസ്ത്രമില്ല. ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ വെച്ചിട്ട് ബിലാൽ ഇബ്നു റബാഹ ഇങ്ങനെ മലർത്തിക്കിടത്തുകയാണ്. നെഞ്ചത്ത് പാറക്കല്ല് വെച്ച് കെട്ടിച്ചിരിക്കുകയാണ്, ക്രൂരമായി മർദ്ദിക്കുകയാണ്. അതല്ലേ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ രംഗം കാണുകയാണ്. ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനെ അവിടുന്ന് യജമാനന്റെ കയ്യിൽ നിന്ന് മോചിപ്പിച്ചിട്ട് അവിടുന്ന് കൊണ്ടുവരികയാണ്. അത്രയും പ്രയാസം സഹിച്ച ബിലാലാണ്. ആ ബിലാലിനെ കൈപിടിച്ചിട്ട് റസൂലുള്ളാഹിന്റെ ചാരത്തേക്ക് കൊണ്ടുവരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് ബിലാലിനെ കൊണ്ടുവന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ബിലാലേ അങ്ങന്റെ അടുത്ത് വാ ബിലാലേ. ഏതാണ് ബിലാൽ? ഏതാണ്? യജമാനൻ പോലും ആക്രമിച്ച ബിലാലാണ്, നീഗ്രയാണ് ബിലാല്, കറുത്ത വർഗക്കാരനാണ് ബിലാല്, അടിമയാണ് ബിലാല്. ആ ബിലാലിനെയാണ് റസൂലുള്ളാഹിന്റെ ചാരത്ത് കൊണ്ടുവന്നപ്പോ ലോകത്തിന്റെ നേതാവാണ് ബിലാലിനെ വിളിച്ചിട്ട് പറയുന്നു, ബിലാലേ എന്റെ ചാരത്തേക്ക് വരൂ ബിലാലേ. ബിലാലിനെ ചാരത്ത് വിളിച്ചിട്ട് പറയുകയാണ്, ബിലാലേ ഇന്ന് മുതൽ ബാങ്ക് കൊടുക്കേണ്ടത് ബിലാലേ, അങ്ങാണ് ബാങ്ക് കൊടുക്കേണ്ടത് ബിലാൽ. ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ ചേർത്ത് പിടിക്കുകയാണ്. പിന്നെ ഏത് സമയത്തും ബിലാൽ തങ്ങൾ റസൂലുള്ളാഹിയോടുകൂടെയുള്ള ജീവിതമാണ്. പിന്നെ ബിലാൽ വിട്ടുപിരിഞ്ഞതപ്പോഴാണെന്നറിയോ? ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബിലാൽ ഇബ്നു റബാഹ അല്ലാഹുവിന്റെ റസൂൽ ലോകത്തോട് വിട പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ലോകത്തോട് വിട പറഞ്ഞു മദീന കരഞ്ഞ ദിവസമാണ്. എല്ലാവരും പിന്നെ സന്തോഷമില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് കഴിഞ്ഞു. ഒന്നാമത്തെ ദിവസം കഴിഞ്ഞു, രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു, മൂന്നാമത്തെ ദിവസം കഴിഞ്ഞപ്പോ പിന്നെ ബിലാലിന് മദീനയിൽ നിൽക്കാൻ ബിലാലിന് മനസ്സ് വരുന്നില്ല. അല്ലാഹുവിന്റെ റസൂലില്ലാത്ത മദീന പിന്നെങ്ങനെയാണ് എനിക്ക് ഓർക്കാൻ കഴിയുക? അല്ലാഹുവിന്റെ റസൂലില്ലാത്ത മദീനയിൽ ഞാൻ ബാങ്ക് വിളിക്കൂല. ബിലാൽ ഇബ്നു റബാഹ ഷാമിലേക്ക് പോവുകയാണ്. പിന്നെ ബിലാൽ മദീനയിലേക്ക് വരുന്നില്ല.
ബിലാൽ മദീനയിലേക്ക് വരുന്നില്ല. ദിവസങ്ങൾ കഴിഞ്ഞു, ബിലാൽ മദീനയിലില്ല. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ബിലാൽ ഇങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വപ്നത്തിലൂടെ ബിലാലിനോട് പറയുകയാണ്, അല്ലയോ ബിലാലേ, എന്നോട് പിണങ്ങിയോ ബിലാൽ? എന്നെ സന്ദർശിക്കാൻ എന്താണ് വരാത്തത് ബിലാല്? ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്ത് റസൂൽ വന്നിട്ട് ഇങ്ങനെ പറയുകയാണ്. ആ സമയത്ത് നട്ടിയങ്ങുണരുകയാണ് ബിലാല്. ബിലാൽ ഇബ്നു റബാഹ പിന്നെ അവിടെ നിന്നില്ല. കിട്ടിയ സഞ്ചി എടുത്തിട്ട് ബിലാല് മദീനയിലേക്ക് വരികയാണ്. മദീനയിലേക്കാണ് ബിലാൽ വരുന്നത്. എന്റെ സഹോദരങ്ങളെ ചിന്തിക്കേണ്ടത്, ആ മദീനയിലേക്ക് ബിലാൽ ഇങ്ങനെ കടന്നു വരികയാണ്. എല്ലാവരുടെയും ചിന്തയാണ്, എല്ലാവരും വാർത്താക മദീനയിൽ പരക്കുകയാണ്. എല്ലാവരുടെയും മദീനയിലേക്ക് ബിലാൽ വരുന്നുണ്ട്. എല്ലാവരും ബിലാലിനെ കാണാൻ എല്ലാവരും കൂടി നിൽക്കുകയാണ്. അങ്ങനെ ബിലാൽ ഇബ്നു റബാഹ മദീനയിലേക്ക് വരികയാണ്. എല്ലാവരും ബിലാലിനെ കാണുകയാണ്. ബിലാൽ ഇബ്നു റബാഹ ഇങ്ങനെ കടന്നു വന്ന സ്വഹാബത്തിനിടയിലൂടെ മദീനയിലേക്ക് കടന്നു വന്ന് റൗളാ ഷരീഫിലേക്ക് കടന്നു ചെന്ന് സലാം പറഞ്ഞവിടെ ദുആ ചെയ്തിട്ട് ബിലാൽ ഇബ്നു റബാഹ മസ്ജിദുൻ നബിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്തല്ലേ ബിലാൽ തങ്ങളുടെ ചാരത്ത് വന്നിട്ട് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബിലാലേ, വർഷങ്ങളായല്ലോ മദീന വിട്ടുപോയിട്ട്, ഇന്നിവിടെ എത്തിയല്ലോ ബിലാലേ. ബിലാലേ, ആ ബാങ്കൊന്ന് കൊടുക്കോ ബിലാൽ. ബിലാൽ പറഞ്ഞു, എനിക്ക് കഴിയൂല. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വന്നിട്ട് പറഞ്ഞു, ബിലാലേ, ബാങ്കൊന്ന് കൊടുക്കോ ബിലാൽ. ബിലാൽ ഇബ്നു റബാഹ പറഞ്ഞു, എനിക്ക് കഴിയൂല. അങ്ങനെ ഹസൻ ഹുസൈൻ തങ്ങൾ വന്നിട്ട് പറയുകയാണ്, ബിലാലേ, ഞങ്ങളുടെ വല്യപ്പ മരണപ്പെട്ടതിന് ശേഷം, അവിടുത്തെ വഫാത്തിന് ശേഷം അങ്ങയുടെ ബാങ്കൊന്ന് കേട്ടിട്ടില്ല ബിലാലേ. അങ്ങ് ബാങ്ക് കൊടുക്കോ ബിലാൽ. മനസ്സില്ല, മനസ്സോടെ ബിലാൽ ഇബ്നു റബാഹ ബാങ്ക് കൊടുക്കാൻ നിൽക്കുകയാണ്. ആ ബാങ്കതാ കൊടുക്കുകയാണ്. ബാങ്ക് കൊടുക്കാൻ ഉയരങ്ങളിലേക്ക് കയറിയിട്ട് ബിലാൽ ഇബ്നു റബാഹ ബാങ്ക് കൊടുക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആ ബാങ്ക് കേൾക്കേണ്ട താമസം മദീനയിൽ എല്ലാവരും ഉണരുകയാണ്. സഹാബി വനിതകൾ വീട്ടിന്റെ പുറത്തുനിന്ന് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. എല്ലാവരുടെയും മനസ്സിൽ കടന്നു വരുന്നത് അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ചിരിക്കുന്നത് പോലെ. ബിലാൽ ഇബ്നു റബാഹയുടെ ബാങ്ക് കേട്ടപ്പോ റസൂൽ തിരിച്ചു വന്നു എന്നൊരു ചിന്ത എല്ലാവരുടെയും മനസ്സിലേക്ക് വരികയാണ്. എല്ലാവരും കരയാൻ തുടങ്ങി. ബിലാൽ ഇബ്നു റബാഹ ബാങ്ക് ഇങ്ങനെ കൊടുക്കുകയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് എന്ന് പറഞ്ഞപ്പോഴേക്ക് ബിലാൽ കരയുകയാണ്. ആ ബാങ്ക് കേട്ടിരുന്ന ബിലാൽ പൊട്ടിക്കരയുകയാണ്. കേട്ടിരുന്നവരും കരയുകയാണ്. ബിലാൽ ഇബ്നു റബാഹ കരഞ്ഞ് ബോധം കൊണ്ട് വീണ് പോകുകയാ. എന്താണ് ബിലാൽ നിങ്ങൾ ബോധം കേടാനുള്ള കാരണം? മഹബ്ബത്തു റസൂലില്ലാഹ് ഇശ്ഖു റസൂലില്ലാഹ്. അവരുടെ മനസ്സിലേക്ക് കടന്നു വന്നത് അല്ലാഹുവിന്റെ ഹബീബാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇവിടെ സുഖനിദ്രകൊള്ളുമ്പോ അവിടെ വെച്ചിട്ട് റസൂലുള്ളാഹിന്റെ പേരെങ്ങനെയാണ് ഉച്ചത്തിൽ ഞാൻ പറയാ എന്ന് ചിന്തിച്ച് പൊട്ടിക്കരഞ്ഞ മഹാനായ സയ്യിദുനാ ബിലാൽ. ആ ബിലാലാണ് ലോകത്തോട് വിട പറയുന്ന സമയത്ത് ഭാര്യയുടെ ചാരത്ത് വെച്ചിട്ട് ബിലാൽ പറയുകയാണ്, ആ ഭാര്യ
ഭാര്യ കരയേണ്ട ഭാര്യ എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സന്തോഷത്തിന്റെ സമയമാണെന്ന് ഞാൻ എന്റെ റസൂലുള്ളാഹിനെ കാണാനാണ് പോകുന്നത്, എന്റെ കൂട്ടുകാരെ കാണാനാണ് പോകുന്നത്. എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സന്തോഷത്തിന്റെ സമയമാണ് എന്ന് മഹാനായ ബിലാൽ ഇബ്നു റബാഹ പറയുമ്പോ എന്റെ സഹോദരങ്ങളോട് പറയുന്നത്, എന്റെ ഉമ്മമാരോട് പറയുന്നത്, ആ സ്നേഹം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന അപ്പയാണ് നമ്മള് അല്ലാഹുവിന്റെ റസൂലുമായുള്ളൊരു ബന്ധം. ആ ബന്ധം നമ്മൾ ഊട്ടിയുറപ്പിക്കാൻ ഉതകുന്നത് അത് സ്വലാത്താണ്. അവിടേക്ക് എത്തിപ്പെടാനുള്ള വസീല അത് സ്വലാത്താണ്. നമ്മുടെ ചിന്ത മദീനയാവണം, നമ്മുടെ സ്വപ്നം മദീനയാവണം. ഏത് സമയത്തും മദീനയിലേക്ക് നമ്മുടെ റൂഹിനെ പറഞ്ഞേക്കണം. അപ്പയാണ് അവിടുത്തെ ഒരു മദത് നമുക്കുണ്ടാവുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ.